പാല് കട്ടിയില്ല, പാല് കിട്ടി. വെക്കാൻ പോയിട്ട് പാലും കൊണ്ട് വരും. ചായ വാങ്ങിട്ട് അതിൻ്റെ പിടിയില്ലേ, പിടി പൊട്ടി. അപ്പോൾ ഈ സാധനം എടുത്ത് പിടിക്കുക. ഇപ്പം റെഡി ആക്കി വെച്ചിട്ട് ചായ വയ്ക്കുക. ചായ തിളച്ചുട്ടാ. എന്താ അരിപ്പ് വറക്കിന്? ചായ ഇറക്കുമ്പോൾ അതൊക്കെ വരും. ചായ തട്ടെ. നന്നായി ആറ്റിയ അടിപൊളി ചായ. എന്താ പറഞ്ഞു കേട്ടോ അമ്മ എവിടെ? ഊർക്ക നിൽക്കട്ടോ. കളിയായ കാരണം അമ്മ അങ്ങനെ ഊർക്ക ഇന്നലെ ഉപ്പേരി വെച്ചു. ഇന്ന് അതിൻ്റെ ബാക്കിയുണ്ട്, അത് ചാറ് വെക്കും. ഒന്ന് കൂർക്ക ചാറ് കറിയുന്നു. എല്ലാവരും ചാറ് വെച്ചിട്ട് അതിൻ്റെ ബാക്കി ഉപ്പേരി വെക്കുക. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. സിമ്പിളായിട്ട് അടിച്ച് പൊട്ടിക്കുക. ഇതിലിട്ട് അടിച്ചിട്ട് വെച്ചാണ് കേട്ടോ. അതാണ് ഇങ്ങനെ പകുതി കൊടുത്തിട്ട് അല്ലേ? സിമ്പിളായി ഒരു ഒഴിച്ചറിയാം കേട്ടോ. അത് വളരെ പെട്ടെന്ന് തയ്യാറാണ്. അമ്മേൻ്റെ തോൽ ചെത്തിക്കളയേ. ഉണങ്ങിയ പോലെയൊക്കെ ഇരിക്കും. ചെത്താൻ വയ്യല്ലേ? നേരാക്കാനെ പണിയാണ്. ഇത് ഫോണിലേ നേരാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും കഴിക്കാൻ വളരെ എളുപ്പം. അങ്ങനെയുള്ളൊരു പച്ചക്കറിയാണ് പൂക്ക. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കേ, ഞങ്ങൾ നേരാക്കി എടുക്കട്ടെ. ടാറ്റാ. എന്തോ ഉടയാത്ത കൂർക്കയ്ക്ക് വേണ്ട ഒരു മുറി ചെറിയ എടുക്കട്ടെ കേട്ടോ. ഒരു മുറി തേങ്ങ ചെറിയ എടുക്കട്ടെ. പൂച്ച കരയുന്നു. പൂച്ചയ്ക്ക് സങ്കടം സഹിക്കാൻ വേണ്ടി കഴിയ. അപ്പുറത്തവിടെ പൂച്ച കഴിയാണ്. അതെ, അവർ തല്ലുകൂട് കണ്ടാ പൂച്ച അല്ലേ? ചെറിയ എടുക്കട്ടെ കേട്ടോ. ഒരു മുറി തേങ്ങ കേട്ടോ, ചെറുത്. 2 ചെറിയ ഉള്ളി. 2 ചെറിയ ഉള്ളി. 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി അരച്ചിട്ട് വെക്കട്ടെ. കൂർക്ക വേവിക്കാൻ വെക്കട്ടെ കേട്ടോ. കുറച്ചുള്ളൂ കൂർക്ക. നേരാക്കാനാ പണിത്. കഴിക്കാൻ ഒരു പണിയില്ല. കുറേ നേരം ഇരുന്ന് നേരാക്കാൻ. അതെ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാ. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. ഇനി ഓടിക്കുക, വേവിക്കുക. മൂടി വെച്ച് വേവിക്കുക. വേഗട്ടെ കേട്ടോ. അത് പൂർക്ക വന്നു കേട്ടോ. ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇതൊന്ന് വേവട്ടെ. തക്കാളിയൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ. തേങ്ങ, ജീരകം, ഉള്ളി കൂടി അരച്ചത്. വീഴാൻ ബുദ്ധിമുട്ട്. കട്ടി കൂടിയ
കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചാറ് പിന്നെ ആരെയും കഴിച്ചിട്ടുണ്ടോ? മെഴുക്കുവരട്ടി ഉപ്പേരിയൊക്കെയല്ല കഴിച്ചിട്ടുള്ളൂ അല്ലേ? ചാറ് കറി കഴിച്ചിട്ടുണ്ട്. നമ്മൾ വെക്കും. കഴിച്ചിട്ടുണ്ടാവോ? ഒന്ന് തിളക്കട്ടെ കേട്ടോ. അടച്ചു വയ്ക്കണല്ലേ? വേണ്ട, തിളക്കട്ടെ. തേങ്ങ ഇട്ടിട്ട് ഓക്കെ. തേങ്ങ ഇട്ടിട്ട് തിളച്ചു കൂട്ടാം. ഓഫാക്കുക. ഞാൻ താളിച്ചൊഴിക്കും. ചീഞ്ചട്ടി ഒന്ന് ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായിട്ട് കടുക്, ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കട്ടെ. ഒരു 3 അല്ലി വെളുത്തുള്ളി, 2 ഉണക്കമുളക്, കറിവേപ്പില. നമ്മുടെ കറി അങ്ങനെ റെഡിയായി. ഇനി 2 മുട്ട പൊരിച്ചെടുക്കട്ടെ. മുട്ട പൊരിച്ചെടുക്കട്ടെ കേട്ടോ. കുരുമുളക് പൊടി ഇടാം അല്ലെങ്കിൽ ആവശ്യമില്ല. ഒരു ശകലം കുരുമുളക് പൊടി. നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇട്ടാൽ. പൊറിക്കട്ടെ പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ശരി. ചോറ് നന്നായി വന്നില്ല. ശരി, ഊറ്റിയെടുക്കണം. ഊറ്റിയെടുക്കട്ടെ അല്ലേ? ചോറ് ഊറ്റിയെടുക്കട്ടെ. ചാരോട്ട് കഴിയല്ലേ ചട്ടി ഒരു നല്ലൊരു ഭംഗിയാണ്. നല്ല ഭംഗിയല്ലേ? ചാരം പറഞ്ഞാൽ അറിയില്ല. വെണ്ണീർ കുടിക്കാൻ വെള്ളം വെക്കട്ടെ. മിക്കവിടെയും ചാരം തന്നെയല്ലേ പറയുക? മിക്കവിടെയും ചാരം. എന്താ കാട്ടണേ? അച്ഛൻ നടന്നു വരുമ്പോ കുറച്ച് പുളി കൊണ്ടുവന്നതാണേ. വേണ്ട, എൻ്റെ ഒക്കെ തോട് കളഞ്ഞാ നമുക്ക് വെയിലത്തിട്ട് ഉണങ്ങിട്ട് കുരു എടുത്താ. ഇന്നലെ കൊണ്ടുവന്നാണ്. ഇന്നലെ കൊടുന്നതാ. വായിൽ വെള്ളം വരുന്നു. ആരേലുള്ളൂ, കുറച്ചും കൂടി എടുത്തിട്ട് വേണം. അതിപ്പോ ഉണക്കാന്നുണ്ടാവില്ല, ഞാൻ തന്നെ തിന്നും. എന്നാലും ഫ്രഷല്ലേ പുളി? കടയിൽ നിന്ന് വാങ്ങണ പുളിയൊക്കെ മണ്ണും ചളിയും. നമ്മുടെ നാട്ടിലൊക്കെ നിറച്ച് പുളിയാണ്. കൂർക്ക കറി അടിപൊളി കറി ഉണ്ടത്. വളരെ സിമ്പിൾ, നല്ല ടേസ്റ്റിയാണ്. മുട്ട പൊരിച്ചത് ഇതില്ലാണ്ട് കളിയില്ല. മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു അച്ചാറും ഉണ്ടെങ്കിൽ സൂപ്പറാണ്. കൊണ്ടുപോയി കോർക്കക്കറിയും മുട്ട വറുത്തതോ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക. വെച്ച് നോക്കാത്തവര് എല്ലാവരും മെഴുക്ക് വരട്ടിയല്ലേ വയ്ക്കുള്ളൂ. അതെ, ഞങ്ങൾ ഉണ്ട് തീർക്കട്ടത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും എല്ലാവർക്കും